കപ്പ നട്ടിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അതായത് അത് ഇതിന് പുറകെ നിൽക്കണം. പല തോട്ടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബർ വെച്ച ഉടനെ തന്നെ അവർ വളഞ്ഞു പോകും, വള്ളി കിട്ടുന്നത്. ഞാൻ ഒരു റബ്ബറിന് പോലും വള്ളി കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തുള്ള കമ്പോകത്തെങ്കിൽ പ്രിൻസ് എന്ന കർഷകൻ്റെ അടുത്താണ്. അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന കൃഷി രീതികളൊക്കെ നമുക്കൊന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. പ്രിൻസ് സാറേ, നമസ്കാരം. നമസ്കാരം ചേച്ചി. ഈ നിന്ന സ്ഥലത്ത് റബ്ബറല്ലേ വെച്ചിരുന്നേ? അതെ, വർഷങ്ങളോളമായിട്ട്. അല്ലേ? അപ്പോൾ ഈ റബ്ബർ വെട്ടി മാറ്റി ഇങ്ങനെ കപ്പ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ? കാരണം റബ്ബർ ഒരു വ്യവസായ കൃഷിയല്ലേ. അപ്പോൾ നമുക്കതുകൊണ്ട് കിട്ടുന്ന ആദായങ്ങളും അതിൻ്റെ വിലയുടെ ഏറ്റക്കുറച്ചുകളെല്ലാം നമ്മളെപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, നമ്മളല്ല അതിൻ്റെ വിലയൊന്നും തീരുമാനിക്കുന്നത്. കൃഷിക്കാരന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനമല്ല കിട്ടുന്നത്. ഇടനിലക്കാരല്ലേ എപ്പോഴും പൈസ കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചപ്പം നമുക്ക് ഒരു 10 മാസം ആകുമ്പം ആദായം കിട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേത് എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഒരു നിശ്ചിത സമയത്ത് പോകണം, കാര്യങ്ങൾ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒരു പണി കഴിഞ്ഞാൽ കുറച്ചൊരു ഇൻ്റർവെല്ലുണ്ട്, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് റബ്ബറും ഉണ്ട്. പൈനാപ്പിളിന് കൊടുത്തില്ലായിരുന്നോ? ഇല്ല, പൈനാപ്പിൾ കൊടുത്തില്ല. പറമ്പില്ല, വേറെ പറമ്പിലാണ് കൊടുത്തല്ലേ? വേറെ പറമ്പ് പൈനാപ്പിളിന് കൊടുത്തിരുന്നു. അവർ റബ്ബർ തൈ വെക്കുകയും ചെയ്തു അല്ലേ? അവർ റബ്ബർ തൈ വെച്ച് തന്നു. അത് വെട്ടി മാറ്റിയിട്ട് അത് 3.5 വർഷമായി കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെതായ രീതിയിലല്ല അത് പ്ലാൻ ചെയ്തിരിക്കുന്നു. കാരണം ഒരു 60% മാത്രമേ ഉള്ളൂ എൻ്റെതായ രീതിയിൽ വളർന്നു. 40% ഫെയിലറായിരുന്നു. സാധാരണയായിട്ട് ഞാൻ 2-3 സ്ഥലത്ത് കൃഷി ഇതുപോലെ എൻ്റെ പറമ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരേ വണ്ണമുള്ള രീതിയിലാണ് റബ്ബർ വളർന്നു വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പല വണ്ണവും പലയിടത്തും നേരത്തെ തന്നെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ മണ്ണിൻ്റെ ഘടനയ്ക്ക് വല്ലാണ്ട് മാറ്റം വന്നു. അതുകൊണ്ട് ഇത് അങ്ങ് മല വരെയുള്ള സ്ഥലത്ത് ഇവർ ഇപ്രാവശ്യം ചോദിച്ചതാണ്, പൈനാപ്പിളിനെ ചോദിച്ചതാണ്. പല പ്രാവശ്യം വന്ന് ചോദിച്ചത്, റോഡ് സൈഡ് ആയതുകൊണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെത്താനെ ചെയ്ത കൃഷിയുണ്ട് റബ്ബർ, അത് കാണിക്കാം. 1 ഏക്കർ സ്ഥലത്തിൽ ഒരു 10-2000 മൂട് കപ്പ നടാൻ മേലെ? 2200 അകത്തി നടുവാണെന്നുണ്ടെങ്കിൽ 2000. അപ്പോൾ ഈ 2000 മൂട് നട്ട് കഴിഞ്ഞാൽ ഒരു 5 കിലോ വെച്ചുണ്ടായ ശരാശരി ഉണ്ടായാൽ പോലും നമുക്ക് 2 ലക്ഷം രൂപയുടെ കപ്പ ഉണ്ടാവും. കിട്ടും അല്ലേ? കിട്ടും. മറ്റേ റബ്ബർ കൃഷിയേക്കാളും മറ്റേത് കൃഷിയേക്കാളും ലാഭകരമായ ഒരു കൃഷിയായി ഇപ്പം കപ്പ കൃഷി അല്ലേ? അപ്പോൾ അത് ഈ പറഞ്ഞ പരിപാലനവും കുറവാണ്. പരിപാലനം കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇത് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലുള്ള ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. ഞാൻ ഇപ്രാവശ്യം ഇത് മുഴുവൻ ഹിറ്റാച്ചിക്ക് ഉടലെടുത്തിരിക്കുന്നത്. ഇത് ഹിറ്റാച്ചിക്കോ? അത് ശരി. ഈ കപ്പ മുഴുവൻ ഹിറ്റാച്ചിക്ക് ഉടലെടുത്തതാണ്. അത് ശരി, അത് കൊള്ളാലോ. അതായത് ഇത് എല്ലാം ആൾക്കാർ ഇതിനകത്ത് മാൻപവർ എന്ന് പറയുന്നത് ഈ ഉടലെടുത്താൻ ആരുമില്ല, ചെയ്തിട്ടില്ല. ഇല്ല, ഇത് മുഴുവനും കിളച്ചിളക്കിയിട്ട് ഹിറ്റാച്ചിക്കാരനിങ്ങനെ കയറ്റി വിട്ടേ ഉള്ളൂ. എനിക്ക് ഈ പാർത്ഥിവൻ എന്നും പറഞ്ഞൊരു നല്ലൊരു ഹിറ്റാച്ചിക്കാരനുണ്ട്, വർഷങ്ങളായിട്ട് എനിക്ക് പണിതുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന് മറ്റു പണികളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, പരിചയപ്പെട്ടു. അതിൻ്റെ പേരിൽ അവനെ ഞാൻ വിളിച്ചു വരുത്തി നിശ്ചിത അകലത്തിൽ കപ്പകളെടുത്ത് തരാമെന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നിശ്ചിത അകലത്തിൽ ഒരേപോലെ കപ്പകളെടുത്ത് തന്നാൽ ഇതിൻ്റെ ലാഭം നോക്കുവാണെങ്കിൽ ചിലപ്പം തൂമ്പാക്കി എടുക്കുന്നതായിരിക്കും ലാഭം. പക്ഷേ ഇതുപോലെ മണ്ണ് കൂടിയല്ല, ഇളക്കം കിട്ടത്തില്ല. ഇത് മണ്ണ് ഇളക്കിയതിന് ശേഷമാണ് ഒരു 1.5 അടി 2 അടി താഴ്ചയിൽ, അല്ലെങ്കിൽ 1.5 അടിയെങ്കിലും താഴ്ചയിൽ ഇളക്കിയതിന് ശേഷം ഇങ്ങനെ കൂമ്പാരം കൂട്ടുന്നത്. ഈ കൂമ്പാരം കൂട്ടി പോവാം. അത് ഓരോന്നും കൂമ്പാരം കൂട്ടി പോവാ അല്ലേ? അതെ. ലൈനനുസരിച്ച് കൂമ്പാരം കൂട്ടി പുറകോട്ട് പോകും. ഇതിപ്പോൾ എത്ര മണിക്കൂർ പണിതു? ഒരു മണിക്കൂറിൽ ഒരു 100 മുകളിൽ എടുക്കുന്നുണ്ട് അവർ. ഒരു മണിക്കൂർ 100 അത്ര എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ മണ്ണ് ഇളക്കിയതിന് ശേഷമല്ലേ എടുക്കുന്നത്? അതെ. അല്ലെങ്കിൽ ഇളക്കിയിട്ട് അതിനധികം സമയമൊന്നും വേണ്ട ഇളക്കുന്നതിന്. കാരണം നമ്മളിത് ഉരിയായി കിടക്കുന്നതല്ലേ, അതിന് മുമ്പ് കപ്പത്തിൻ്റെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടല്ലോ. ഇനി അഥവാ നമ്മൾ ക്ലിയർ ചെയ്യാതെ കൂട്ടി എവിടെയും കിട്ടേണ്ട അവർ ആദ്യം അത് കുഴിച്ചിടും. അത് മണ്ണിനടിയിലേക്ക് കുഴിച്ചിട്ടതിന് ശേഷമാണ് ഇത് ഇളക്കിയതിന് ശേഷം കിടന്നു. ഇത്രയും ഏരിയ ഇത് ഇപ്പോൾ 1400 ചോടുണ്ട്. ഇതൊരു 3/4 ഏക്കറോളം അല്ലേ? 3/4 ഏക്കർ സ്ഥലമുണ്ട്. അത്രേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബാക്കി പഴയില ഇട്ടേക്കുന്നത്. ഇത് ഇലക്കേടുണ്ട് അല്ലേ? അത് മൊസൈക്ക് രോഗം പോലെ. പിന്നെ ഇപ്പൊ ഈ ക്ഷീണം കാണുന്ന ഈ വെയിലൊക്കെ, അതിപ്പം നല്ല കടുത്ത വേനലല്ലേ? സെപ്റ്റംബർ 15-ാം തീയതി വെച്ച കപ്പയത് ഒക്ടോബർ 13-ാം തീയതി എനിക്ക് വളവിടാൻ പറ്റി. പിന്നെ വളവിടാൻ പറ്റിയിട്ടില്ല, പിന്നെ മഴ പെയ്തിട്ടില്ലല്ലോ. അല്ല, ഇത് കപ്പ നല്ല കപ്പയാണ്. പക്ഷേ ഈ ഒരു ചെറിയ ഈ മൊസൈക്ക് രോഗം പോലുള്ള കേടുണ്ടെന്നുള്ളൂ. എന്നാലും അത് മാറിക്കോളും. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബാധിച്ചില്ല. അതിപ്പം വളം ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഈ ഇലക്കേടെല്ലാം മാറും. ഇനി നല്ലൊരു മഴ കിട്ടി വളം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയറി വന്നോളൂ, നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എലി ശല്യമൊക്കെ ഉണ്ടാകാറില്ലേ? ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? എലിശല്യം എന്ന് പറഞ്ഞാൽ പന്നിയിലിയുടെ ശല്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത്ര പന്നിയിലെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പന്നിയിലെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തോട്ടത്തിന് ചുറ്റി ഞാൻ ഈ ഗ്രാസ് പോയിസൺ അടിക്കും.
ഓ. ഈ തോട്ടത്തിന് ചുറ്റി ചുമ്മാതെ ഗ്രാസ് പോയിസൺ അങ്ങ് അടിച്ചു പോയാൽ മതി. ഒരു 5 മില്ലി നിറപ്പിച്ച് 1 ലിറ്ററിൽ. അത് എത്ര ദിവസം കൂടി അടിക്കണം? അതൊരു ഒരു മാസം 1.5 മാസം കൂടുമ്പോൾ അടിക്കും. അത് അടിച്ചതിന് ശേഷം ഇതിന് മണം കൊണ്ടായിരിക്കും എനിക്ക് ഒത്തിരി എലിശല്യം കുറവുണ്ട്. അല്ല, ഈ സാധാരണ ഇപ്പം പന്നിയെലി വളരെ കുറവാണ്, കാരണം ഈ കുറുക്കൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശല്യം തുരപ്പനെ പിടിക്കാനും മാർഗമുണ്ട്. അങ്ങനെ തുരപ്പന വെച്ചാൽ തുരപ്പം മണ്ണെടുത്ത് നമ്മൾ ഒരു 1 ദിവസമെങ്കിലും തോട്ടത്തിൽ കംപ്ലീറ്റ് വരും. വന്ന് തുരപ്പം മണ്ണെടുത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ അവിടെ ഡിഗ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിച്ച് അതിനകത്തിട്ട് നമ്മൾ ഈ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമില്ലേ, കാർബൈഡ്. ആ കാർബൈഡ് കപ്പത്തെ കിഴങ്ങയിലോ ഒന്നും ബാധിക്കില്ല. അതായത് ഒരു കപ്പച്ചോട്ടിൽ നിന്ന് മറ്റേ കപ്പച്ചോട്ടിലേക്കുള്ള റൂട്ടിലാണ് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് തുരങ്കം ഉണ്ടാക്കുന്നത്. ആ തുരങ്കത്തിനകത്തോട്ട് നമ്മൾ ഈ സാധനം വെച്ച് കൊടുക്കും. ഈ സാധനം വെച്ചിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിന് മുമ്പ് ഇലയോ പേപ്പറോ എന്തെങ്കിലും നമ്മൾ കരുതിയിരിക്കും. എന്നിട്ട് ഈ തുരങ്കത്തിനകത്തോട്ട് ഈ സാധനം വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വിടും. അപ്പം പുക വരുമല്ലോ, അതൊരു സഹിക്കാൻ മേലാത്ത മണമല്ലേ, അതങ്ങ് അടച്ചു വെക്കും. മണ്ണിടും. അപ്പോൾ ഇത് ഈ തുരങ്കത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ നിമിഷം ചത്തുപോകും. വലുതുണ്ടെങ്കിൽ അവർ വേറെ ഹോളുണ്ടാക്കി അല്ലെങ്കിൽ ഉള്ള ഹോളിലൂടെ രക്ഷപ്പെടും. എന്നാൽ അവിടെ നിന്ന് മാറിക്കിട്ടും. പിന്നെ അവർ 1 ദിവസം 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ 3-4 ചുവട് അപ്പുറയാണ് പിന്നെ കാണുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അതായത് കപ്പ നട്ടിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അതായത് ഇതിന് പുറകെ നിൽക്കണം. അപ്പോൾ ഇതിന് നമ്മൾ അടിസ്ഥാന വളം എന്താ കൊടുക്കുന്നത്? ഞാൻ 18 കൊടുത്തിരുന്നത്. ചാണകം ഉണ്ടായിരുന്നപ്പോൾ ചാണകം ഇടുമായിരുന്നു. ഈ ചാണകം കൊടുക്കുമ്പോൾ ഒരു കയ്പ് വരും എന്നൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് അനുഭവമില്ല. വന്നില്ല. അതായത് നമ്മളൊരു തടം എടുത്തിട്ട് ആ തടത്തിനകത്ത് ചാണകം ഇട്ടിട്ട് ചാണകപ്പൊടി പച്ചച്ചാണകമല്ല, അല്ലല്ല പച്ചച്ചാണകം ഉപയോഗിക്കരുത്. ചാണകപ്പൊടി നല്ല ഉണക്കപ്പൊടി. എന്റെ അറിവനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് തടം പോലെ എടുക്കും നേരത്തെ പണിക്കാരെ കൂട്ടി എടുക്കുമ്പോൾ തടം പോലെ എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി ഉണക്ക ചാണകം ഇട്ടിട്ട് നമ്മൾ ഉടൽ കൂട്ടുന്നു. അപ്പം അതിനാവശ്യത്തിനുള്ള അകത്തായില്ലേ, അതായത് നടുന്നതിന് മുമ്പ് നമ്മൾ ചാണകപ്പൊടി ഇടും. അത് കഴിഞ്ഞിട്ട് അന്ന് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കപ്പ ഉടലെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ചാണകം ഇട്ട് ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഒന്ന് എളുപ്പമല്ലെന്ന് കണ്ടുകൊണ്ടാണ് ഈ ഹിറ്റാച്ചിക്ക് മണ്ണെടുത്തിട്ട് ഈ ഉടലെടുത്തിട്ട് നമ്മൾ ഈ 18 ടിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇനി അന്നേരം പിന്നെ മണ്ണ് കൂട്ടാൻ പോകണ്ട, ഇത്രയും ഉടലിൽ നിൽക്കുന്നതുകൊണ്ട് മണ്ണ് കൂട്ടാൻ പോകേണ്ട ആവശ്യമില്ല. ഈ ചില ആളുകൾ ഈ പൂട്ടുന്ന സമയത്ത് കോഴിവളം ഇട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, കോഴിവളം ഉപയോഗിക്കുന്നില്ല. അതെന്താ ഉപയോഗിക്കാത്ത കാരണം? കോഴിവളം ഉപയോഗിക്കാൻ ഒന്നാമത് അതിന് ഒരു മണവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ബുദ്ധിമുട്ട്. കൊതുകിന്റെ ലാർവ ഇതിനകത്ത് വളരെ നിൽക്കുന്ന പറയുന്നത്. അങ്ങനെ നിൽക്കും അല്ലേ? പറയുന്നു. അറക്കപ്പൊടി ഇട്ടാ കോഴിവളം നമുക്ക് കിട്ടുന്നത്. ഈ അറക്കപ്പൊടിയിൽ നിന്ന് കണ്ടമാനം അസുഖങ്ങളുണ്ടാവും. അത് ഫംഗസും വൈറസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മണ്ണിലേക്ക് ഇടുമ്പം നമ്മുടെ മണ്ണിലുള്ള മുഴുവൻ കപ്പയല്ല ഏത് സാധനങ്ങളുടെയും വേര് കയറി പിടിച്ചിട്ട് അതെല്ലാം നശിച്ചു പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതെ, ചിലർ പറയുന്ന കോഴിവളം കൊണ്ട് ഒത്തിരി ഗുണമുണ്ടെന്ന്. ഞാൻ ഇന്ന് വരെ പരീക്ഷിച്ചിട്ടില്ല. കോഴിവളം നല്ല കോഴിവളം തന്നെ കിട്ടും. അതായത് നമ്മുടെ ഈ മുട്ടക്കോഴി വളർത്തുന്ന സ്ഥലങ്ങളിൽ നല്ല അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ അറക്കപ്പൊടി ഇല്ല. അപ്പോൾ ആ കോഴിവളം ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ ഈ ഡ്രെയിനേജ് ഇല്ലേ നഗരങ്ങളിൽ, ഈ ഡ്രെയിനേജിൽ വന്ന് ചാടുന്ന മണ്ണ് കോരി കൊണ്ടുവന്ന് ചാക്കിലാക്കി വേറെ കുറച്ച് വളവും കുറച്ച് എല്ലുപൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എന്നെ ഒരു 1-2 പ്രാവശ്യം ആൾക്കാർ പറ്റിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഡർ എടുത്തോണ്ട് വളമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വേണ്ട രീതിയിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എക്കൽ മണ്ണാണ്. അതിനകത്ത് ഈ വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അവരും കൊണ്ടുവന്ന് ചാക്കിലാക്കി. കപ്പകളിൽ ഇപ്പോൾ ഒരു വ്യാപകമായ രോഗം ഉണ്ടായിട്ടുണ്ട്, ഈ തണ്ട് ചീഞ്ഞു പോകുന്നു അല്ലേ? അത് കൂടുതലും കണ്ടങ്ങളിലാണ് കാണുന്നത്. കണ്ടങ്ങളിൽ വരുന്നത്. പക്ഷെ ആ തണ്ട് നമ്മളെടുത്ത് നമ്മുടെ ഈ തോട്ടത്തിൽ കൊണ്ടുപോയിട്ടാൽ അത് മൊത്തം വ്യാപിക്കും, നമ്മുടെ മണ്ണിൽ വ്യാപിക്കും. അല്ല, അങ്ങനെ രോഗം കണ്ടത് ഒരിക്കലും നടാൻ പാടില്ല. അതെ, അല്ല അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ. അല്ല, ചിലതിന്റെ നമുക്ക് കാണാൻ പറ്റും. അല്ല, നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് തണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇട്ടു, നല്ല വിളവുണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ടു. അപ്പം നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ ആ അസുഖം ബാധിച്ചില്ലേ? കപ്പത്തണ്ട് ദൂരെയാണെങ്കിലും ഞാൻ നേരിട്ട് പോയി കണ്ട് വെട്ടിയെടുത്തോണ്ട് വരുള്ളൂ. എനിക്ക് ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. അല്ല, നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം പോയി വെട്ടിയെടുത്തോണ്ട് വരാറാ പതിവ്. നമ്മൾ തന്നെ നേരിട്ട് പോയി. റബ്ബറിനേക്കാളും മറ്റുള്ള വിളകളെക്കാളും ഒക്കെ ലാഭകരമാണ് കപ്പ. ഈ രീതി വില നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരാശരി 20 രൂപ കിട്ടണം അല്ലേ? ശരാശരി 20 രൂപ കിട്ടുന്നുണ്ട്. നമുക്ക് ലാഭകരമാണ്. പിന്നെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്, അല്ലാതെ പറ്റത്തില്ല. കപ്പ നട്ടിട്ട് ഇപ്പൊ ഇതുപോലെ തെളിഞ്ഞു കിടക്കണമെങ്കിൽ അറിയാമല്ലോ, നല്ലതുപോലെ പരിശ്രമിച്ചാലേ തെളിഞ്ഞു കിടക്കും. ഒരു ദിവസം പോലും ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് ഇറങ്ങി നോക്കി ഈ എലിയും പിടിച്ച് എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. എന്നാലും നമുക്കൊരു സന്തോഷമാണ്. കപ്പത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തോരണം കെട്ടിയിരിക്കുന്നേ, ഇത് കാട്ട് മുള്ളമ്പന്നിയില്ലേ, മുള്ളമ്പന്നീനെ പ്രതിരോധിക്കാനുള്ള മുള്ളമ്പന്നി വന്ന് കപ്പയെല്ലാം മാന്തിയായിരുന്നു കുറേ. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തൊരു കാര്യം ഇത്.
ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുള്ളമ്പന്നി വന്നിട്ടില്ല? ഇല്ല ഇത് വെച്ചേ പിന്നെ വന്നിട്ടില്ല. ഇനി കപ്പ വളരാൻ നോക്കി ഇരിക്കുകയാണെന്ന് അറിയത്തില്ല. ഇതിന്റെ സൗണ്ട് കേട്ടിട്ടാണോ അല്ലെങ്കിൽ തിളക്കം കാരണമാണോ? ഇതിന്റെ തിളക്കം ഇപ്പൊ ഇച്ചിരി ഇത് ഡിമായതാണ്. അതിന് മുമ്പ് നല്ല ഇതായിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ട് വന്നപ്പോൾ നല്ലൊരു ഒച്ചയുണ്ടായിരുന്നു. അപ്പൊ ആ സൗണ്ട് കുറഞ്ഞു. പിന്നെ ഇത് ഇനിയിപ്പോ മാറ്റി പിടിപ്പിക്കണമായിരിക്കും ഇത്. അല്ല, എന്തായാലും ഇതൊരു പ്രതിരോധ മാർഗം അല്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തില്ല. കാരണം ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഞാൻ ആദ്യം വൃത്തിയാക്കി മൊത്തം വെട്ടിത്തെളിച്ചു. അങ്ങനെ വെട്ടിത്തെളിച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടി കപ്പത്തോട്ടത്തിന് ചുറ്റി കെട്ടി. ഇതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. കപ്പത്തോട്ടം ചുറ്റി കെട്ടിയിട്ടുണ്ട്. എലി വരാതിരിക്കും ഇതുകൊണ്ട്? എലി വരാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഒരു ചാൻസ്. മുള്ളമ്പന്നിക്ക് മാത്രം ഒരു പേടിയുണ്ട്. കാട്ടുപന്നി വന്നാൽ ഇത് പറിച്ചു കളഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകും. കാട്ടുപന്നി രക്ഷയില്ല. ഒരു രക്ഷയില്ല. നമുക്ക് കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ കാര്യമായിട്ടില്ലല്ലോ, ഇതുവരെ വന്നിട്ടില്ല. ദൈവം സഹായിച്ച്. മുള്ളമ്പന്നി ശരിക്കും ഉണ്ട് അല്ലേ? മുള്ളമ്പന്നി 2-3 പ്രാവശ്യം വന്നു. 4 ദിവസം വന്ന് കുറേ കപ്പകൾ മാന്തിയിട്ട് പോയി. അന്നേരം കപ്പ ആകാഞ്ഞിട്ടായിരിക്കും അവൻ തിരിച്ചു പോയി. ഇനി കപ്പയാവാൻ വരാൻ വേണ്ടി ആയിരിക്കും. അല്ല, ഇതിപ്പം ചിലപ്പം ഇങ്ങനെ ഒരു അപകട സൂചനയാണല്ലോ ഇത്. തീർച്ചയായിട്ടും. ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വരാതിരിക്കും. അല്ലല്ല, സോളാർ ലൈറ്റാ. സോളാർ ലൈറ്റാ. ഓ, അത് ശരി. ഇങ്ങനെ നടക്കട വെച്ചിട്ടുണ്ട്. അത് തെളിയുമ്പം ഒരു പേടി വന്നോട്ടെ എന്ന് ഓർത്ത് ഈ നടക്കട ഇറങ്ങിയ മലയെന്ന് വരുന്നേ. അപ്പൊ മലയക്കട ഇറങ്ങി വരുന്നതെന്ന് കണ്ടപ്പോ. ഇത് ഓട്ടോമാറ്റിക്കാണോ? ഓട്ടോമാറ്റിക്കാ. ആള് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ഉണ്ടായാലും ആണെങ്കിലും എന്ത് വന്നൊരു ആ വേവ് ഫോംസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തെളി. ഓ, അതുകൊണ്ട് തെളിഞ്ഞ് നിന്നിട്ട് കെട്ടുപോകും. പിന്നെ വീണ്ടും തെളിഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ അങ്ങ് മല വരെയും മൊത്തം മലയെല്ലാം തെളിച്ചു, ഈ വഴികളെല്ലാം തെളിച്ചിട്ടു. പിന്നെ ഈ നമ്മളുടെ മണം ഇതിന് ഇഷ്ടമില്ല മനുഷ്യന്റെ. അതെ, അതുകൊണ്ട് നമ്മൾ ഈ തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ഇടയ്ക്കൊന്ന് നടക്കണം എല്ലാ ദിവസവും. പിന്നെ ഞാൻ പട്ടിയെ കൊണ്ടുവരും. പട്ടിയെ കൊണ്ടുവന്ന് ഈ തോട്ടത്തിൽ കൂടെ, ഈ കപ്പത്തോട്ടത്തിൽ കൂടെ ഞാൻ വരുന്ന സമയത്ത് അവനെ കൊണ്ടുവരും. കൊണ്ടുവന്ന് അതിനെ ചുറ്റി കൊണ്ടുവരും. ഗ്രാസ് പോയിസിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ കപ്പത്തോട്ടത്തിന് സറൗണ്ട് ചുറ്റും കപ്പ ചാടാതെ ചുമ്മാ ഒരു ട്രിപ്പ് അങ്ങ് അടിച്ചു പോകും. അപ്പോൾ ഈ മണം എന്തോ വിഷമാണെന്ന് കണ്ട് ഈ മൃഗങ്ങളുടെ എല്ലാം ശല്യം കുറവുണ്ട്. ഇത് എന്തെങ്കിലും ഒരു മണമോ അല്ലെങ്കിൽ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് വരാൻ സാധ്യത കുറവാണ് അല്ലേ? വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടാൽ നല്ലതാണെന്നാണ് പറയുന്നത്. വെളിച്ചം കാണും. അതെ, അതിനാണല്ലോ ഇപ്പൊ ഈ വെളിച്ചം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ലൈറ്റ് ത്രൂ ഔട്ട് തെളിച്ചിടുവാണെന്നുണ്ടെങ്കിൽ നല്ലതാന്ന് പറയുന്നത്. പക്ഷേ ഈ കറണ്ട് ചാർജും കാര്യങ്ങളും പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് വലിക്കാന്ന് പറഞ്ഞാൽ പാടാ. ഇത്രയും ദൂരെ കറണ്ട് കൊണ്ടുവരണം. അതെ, അതുകൊണ്ട് എന്തായാലും അത് കൊള്ളാം. ഈ ഒരു അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോളാർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോളാർ വെച്ച് കഴിഞ്ഞാൽ വലിയ മുതൽ മുടക്കില്ലാത്ത അല്ലേ? ഇത് ഒരു മുതൽ മുടക്കവും ഇല്ല. ഇതിങ്ങനെ ചുമ്മാ വള്ളി മേടിച്ചിട്ട് വള്ളിയിൽ ഇങ്ങനെ വള്ളി പിൻ ചെയ്തേക്കുക. ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടോ ഓരോന്നും പിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതാണ്. ഒരു 2 മാസം ആയല്ലോ. ഇത് വെയിലും മഴയെല്ലാം മഴയില്ലായിരുന്നു, വെയിൽ തന്നെ ആയിരുന്നു. ഇതിപ്പം കുറ്റി പോലും നാട്ടണ്ട, റബ്ബർ കിട്ടിയാലും മതി. ഇത് 430 അല്ലേ? ഇത് പൈനാപ്പിളിനൊന്നും കൊടുത്തില്ല. ഇല്ല, പൈനാപ്പിളിന് കൊടുത്തില്ല. ഇത് അങ്ങ് മല വരെയുള്ള സ്ഥലത്ത് നമ്മൾ തന്നെ ചെയ്യുക. ഇതിനകത്ത് മുഴുവൻ ഇതെന്ത് പയറാണ് ഇത് ഇട്ടിരിക്കുന്നത്? ഇത് സാധാരണ തോട്ടപ്പയർ അല്ലേ? തോട്ടപ്പയറിന് നല്ല വില കിട്ടുമല്ലോ. അതിന്റെ കാവറച്ച് കൊടുത്ത വില കിട്ടുന്ന പറയുന്നത്. 1000-ന് മുകളിൽ വിലയുണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിന് മെനക്കെടാനുള്ള നേരമില്ല. ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് പറിക്കും കേട്ടോ. ഇതുവരെ ആരും എന്നെ സമീപിച്ചില്ല. സമീപിക്കുന്നവർക്ക് പറിച്ചോണ്ട് നോക്കട്ടെ. ഇതെല്ലാം വെള്ളപൂശി. വെള്ളപൂശി നമുക്ക് കയ്യെത്തുന്നത്തോളം ദൂരത്തില്. ഇത് എത്രാം വർഷമായത്? ഇതിപ്പോ 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തിലേക്ക് ആവുന്നു. 430 ആണോ 150-നേക്കാൾ നല്ലത്? 430 നല്ലതെന്ന് വെച്ചാൽ ഇപ്പം അവരുള്ളതായിട്ടുള്ള 430 പിന്നെ കേടില്ലാത്തത് 430 അല്ലേ? 150 ഭയങ്കര ചീക്കാണ്. പക്ഷേ ഫലം നമുക്ക് നല്ലത് 105 പറയുന്നത്. എനിക്ക് 105 ഒരു 10 മരത്തിന് ഒരു ഷീറ്റ് കിട്ടുന്നുണ്ട്. ഇതങ്ങനെ കിട്ടുമോന്ന് അറിയില്ല. 105 മരങ്ങൾ മുഴുവനും നല്ല പാലുണ്ടായിരുന്നു. പക്ഷേ കേടും ഉണ്ടായിരുന്നു. 430 നേരെ കയറിപ്പോവും, മറ്റേത് വളഞ്ഞു കൂത്തും. അത് ശരിയാ. 105 അല്ലേ? ഇപ്പം വളം ക്രമീകരിച്ചാണ് ഞാൻ ചെയ്തേ. വളം ക്രമീകരിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് വള്ളി കെട്ടേണ്ടൊന്നും വന്നില്ല. പല തോട്ടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബർ വെച്ച ഉടനെ തന്നെ അവർ വളഞ്ഞു വള്ളി കെട്ടുന്നു. ഞാൻ ഒരു റബ്ബറിന് പോലും വള്ളി കെട്ടിയിട്ടില്ല. ഇത് നേരെ പോണേ, എല്ലാം നേരെ പോകുന്നത്. അപ്പൊ നമ്മൾ വളം ക്രമീകരിച്ച് ചെയ്താൽ മതി, അധികമാകരുത്. അപ്പൊ അതിന് നമ്മൾ അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഒരുമിച്ച് നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലോ, അത് ദഹിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന് ഒരുമിച്ച് കൊടുക്കരുത്. അപ്പം അതിന് തയ്യാറാകണം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ വളം കൊടുത്തത്. ഇത്രയുള്ള കാര്യത്തിൽ 2-3 പ്രാവശ്യമായിട്ട് വളം കൊടുത്തുകൊണ്ട് എല്ലാം ഏതാണ്ട് ഒരുപായ വണ്ണത്തിലും വന്നു. അതുപോലെ തന്നെ ഒരെണ്ണത്തിന് പോലും എനിക്ക് വള്ളി കെട്ടേണ്ടി വന്നിട്ടില്ല. നമ്മൾ തുരിശുവല്ല അടിക്കാറുണ്ടോ? ഇല്ല. പഠിപ്പിച്ചാൽ പിന്നെ അടിക്കണം. എല്ലാ വർഷം അടിക്കണം. അല്ല, നേരത്തെ നമ്മൾ ഈ തോട്ടം ഇങ്ങനെ ഒന്നായിട്ട് കിടന്നപ്പോൾ ഹെലികോപ്റ്ററിൽ മരുന്നടിപ്പിക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അതിങ്ങനെ നമ്മൾ 4 മൂലയ്ക്കും കൊടി കെട്ടി കൊടുത്തിട്ട്
അവർ റബ്ബർ ബോർഡിൻ്റെ അവിടെ നിന്ന് വന്ന് നമ്മൾ അവിടെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരോട് വന്ന് ഈ കണ്ടത്തിൻ്റെ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങി ഹെലികോപ്റ്ററിലായിരുന്നു നമ്മുടെ തോട്ടം മരുന്നടിച്ചുകൊണ്ട്. പക്ഷേ അതിന് കണ്ടൊരു ദോഷം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കാറ്റുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കിട്ടുന്നത് നമുക്കല്ല, അടുത്ത തോട്ടക്കാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത തോട്ടക്കാരന് കിട്ടുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, നമ്മുടെ പ്രയോജനം കിട്ടുന്നില്ല എന്ന് ഓർത്ത്, അല്ലാണ്ട് വേറെ ആൾക്ക് കിട്ടുന്നില്ല. അടുത്ത തോട്ടക്കാർക്കും ഈ മരുന്ന് എന്നാലേ നമുക്ക് ഇങ്ങോട്ട് പകരാതിരിക്കത്തുള്ളൂ. അതെ, അതുകൊണ്ട് അത് സന്തോഷമുള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് ആ പ്രയോജനം പിന്നെ ഈ കിണറ്റിൽ ചാടും, അങ്ങനെ പറഞ്ഞ പ്രശ്നം. ഒത്തിരി ഓയിലിയാണ്, പെട്ടെന്ന് പോകത്തുമില്ല. അതെ, അത് ഈ ഇലയിലാണെങ്കിലും പിടിച്ചിട്ട് ഒരു പശയുണ്ട്, പോകാതിരിക്കാൻ വേണ്ടി ചെറിയ മഴയത്ത് പോലും അവരടിക്കും അല്ലേ. അപ്പൊ ഈ കേടൊക്കെ വന്നു അവർ പറയുന്നത് ശരിയാണ്. അവർ താഴ്ന്നു പറക്കുന്ന സമയത്ത് ഈ ഇലകൾ ഇങ്ങനെ മറിയുന്നത് കൊണ്ട് അടിയിലും മുകളിലും എല്ലാം ചെല്ലുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. നമ്മൾ 4 കൊല്ലം അടുപ്പിച്ചുള്ളൂ. അത് എസ്റ്റേറ്റുകളിലൊക്കെ അത് പറ്റും, അല്ലാത്ത സ്ഥലങ്ങളിൽ അത് പ്രായോഗികമല്ല. കാരണം അടുത്തുള്ള വീടുകൾക്കും അവരുടെ കുടിവെള്ള സോഴ്സിനൊക്കെ പ്രശ്നമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.